അഹങ്കാരികളെന്ന് ലേബൽ ചെയ്യുന്ന കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആയിരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതുപോലെ വരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഓക്കെ, വളരെ നേരത്തെ തന്നെ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഇപ്പൊ കുറേയേറെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിനെ കൃത്യമായ കാലയളവുകളിൽ സ്ക്രീനിങ്ങുകളൊക്കെ നടത്തി നമ്മുടെ ഒരു ഡെവലപ്മെന്റൽ യൂണിറ്റ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് സാറിനോടും പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ചെക്കപ്പുകളൊക്കെ ചെയ്തിട്ട് കുട്ടികളിൽ ഒരു ഡിസബിലിറ്റിക്കുള്ള സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്തി അതിന് വേണ്ടുന്ന പ്രോപ്പർ ഇന്റർവെൻഷൻ നടത്താൻ പറ്റുന്ന ഒരു ഏർലി ഇന്റർവെൻഷന്റെ യൂണിറ്റ്, അതൊരു വലിയൊരു കാര്യമാണ്. നേരത്തെ കണ്ടെത്തുക, അതിന്റെ പ്രോപ്പർ ഇന്റർവെൻഷൻ കൊടുക്കുക എന്നുള്ളത്. പിന്നെ നമുക്കറിയാം, ഇന്നത്തെ ഓരോ ദിവസവും നമ്മൾ എല്ലാവരും പത്രം തുറന്ന് നോക്കിയിട്ട് മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറയും, ഈ നാടെന്താ ഇങ്ങനായേ, ഈ നാട്ടുകാരെന്താ ഇങ്ങനായേ, ഇന്നത്തെ കുട്ടികൾ എന്താ ഇങ്ങനായേ. ആർക്കും ആരെ കുറിച്ചും യാതൊരു ചിന്തയും ഇല്ലല്ലോ. പറയില്ലേ? പറയുമെങ്കിൽ ഉറക്കെ പറയുമോ? പറയും. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ പത്രം നോക്കി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഈ മാറുന്ന കാലത്തിനനുസരിച്ച് ഈ കുട്ടികളുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ എങ്ങനെ നമുക്ക് വളരെ ടാക്ടിക്കലായിട്ട് ഇടപെടാൻ പറ്റും, കുട്ടികളിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അവരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ അഫെയറോ ബാക്കി വാട്ട് എവർ ഇറ്റ് മേ ബി, ഇത്തരത്തിലുള്ള വിഷയങ്ങളും ഇനി മുതൽ നമുക്കിവിടെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണണം. മൈക്ക് കൈ കിട്ടിയ എത്ര മണിക്കൂർ വേണേലും ഞാനൊന്ന് സംസാരിക്കും, കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. ഞാൻ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്ന സാധനം മൈക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. സോ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇഫ് യു ഫീൽ ഇതൊരു പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച് മീ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.